ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീഷ്മയാണ് കേട്ടോ. നമ്മളിന്ന് മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. ഷാരി ഫാമിലി ടീംസാണ് നമ്മൾ കൂട്ടത്തിലുള്ളത് കേട്ടോ. അപ്പോൾ 2 വണ്ടി ആൾക്കാരാണ് പോകുന്നത്. വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എന്തെങ്കിലും തിന്നുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ പിള്ളേരുണ്ടെങ്കിലും ഞങ്ങൾ തന്നെയാണെങ്കിലും ഇത് തന്നെയാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം അടുത്താണ് കേട്ടോ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തി. പിന്നെ മേക്കപ്പ് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ മേക്കപ്പിനും ഒരു കുറവില്ല, വീട് കൊള്ളാനും ഒട്ടും പറ്റത്തുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതരം സൈക്കോയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ട്രൗസർ വേഷം നോക്കണ്ട, കാരണം വെള്ളത്തിൽ ചാടാൻ വേണ്ടിയാണല്ലോ ഞങ്ങളുടെ പോക്ക്. ഈ കൂട്ടത്തിലുള്ള മോനെ കണ്ടോ, ഇവന് ഭയങ്കരമായിട്ട് ക്യാമറ ഫേസ് തരാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പറഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റോളം നടന്നിട്ട് നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. വാട്ടർഫാൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട്. അപ്പോൾ അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളമെല്ലാം കുറവാണെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇത് കണ്ടോ, അവിടുത്തെ ആ ഒരു കുറച്ച് ഏരിയ കാണുന്നുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ആകെയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ആ ഉള്ള ഗ്യാപ്പിൽ കൂടെ അത്യാവശ്യം ആൾക്കാർ ഗസ്റ്റുകളൊക്കെ ഉണ്ട് തന്നെ. അപ്പം നമ്മൾ പരമാവധി നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ പറ്റുന്ന സ്ഥലമുണ്ടോ നമ്മൾ നോക്കുവാണ്, ഇത് കൂടാതെ കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അവിടെ ഒരു ചേച്ചീനെ കണ്ടത്, മീൻസ് സെക്യൂരിറ്റി ചേച്ചീനെ കാണുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു നോക്കി, ചേച്ചി ഈ മേലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കുറച്ചുകൂടെ നിങ്ങൾ പോയി നോക്ക്, പറ്റൂല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അത് കേട്ട് കുറച്ചും കൂടെ മേലെ പോയി നോക്കി. ആ ഒരു ഗർത്തം പോലെ കണ്ടോ, അതൊരു വലിയ കുഴിയാണ് കേട്ടോ. വലിയ മഴക്കാലത്ത് എന്തോ വന്ന് അടിഞ്ഞിട്ടുള്ള കുഴിയാണ്. അപ്പം ഞങ്ങളെ അതെല്ലാം അവർ കാണിച്ചു തന്നു, കാരണം ശരിക്കും ഇത് പേടിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ മേലോട്ട് പോയി നോക്കിയപ്പം താഴെ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ, കാരണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നിന്നൊന്ന് കളിക്കാൻ പാകത്തിനുള്ള വെള്ളം താഴെ തന്നെയാണുള്ളത്. അപ്പം ഞങ്ങൾ നേരെ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി വന്ന അതേ സ്ഥലത്തേക്ക് നമ്മൾ കണ്ട ആ വെള്ളം ഭാഗങ്ങളില്ല അവിടേക്ക് തന്നെ ഞങ്ങൾ പോയി. ആദ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ ആൾക്കാരുണ്ടെങ്കിലും പിന്നെ പതിയെ അവരൊക്കെ മാറി കേട്ടോ. അപ്പോഴത്തേക്കും ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്, പുറത്ത് നല്ല ചൂടും. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ഇപ്പോൾ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ എനിക്ക് നല്ലൊരു കല്ല് കിട്ടിയിട്ട് ഉരുളൻകല്ല് കിട്ടി. അപ്പോൾ ഞാനത് ഈ ഉറച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ആഴമുള്ള, എന്നാൽ വലിയ ആഴമല്ല, കുറച്ചും കൂടി ആഴമുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. അവിടെയും ഒരു കുറച്ച് സമയം എല്ലാം കളിച്ചു. അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി. ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ആ വെള്ളത്തിൽ കിടന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ക്ലൗഡ്സിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.